ഈവൻ ദോ ഞാൻ ഈ 100ന്ന് 1000 ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ പ്രോപ്പർ എൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് തന്നെയാണ്. ഒരിക്കലും ഞാൻ ഗാംബിൾ ചെയ്ത് ഉണ്ടാക്കിയതല്ല. പക്ഷേ റിസ്ക് എടുക്കുക എന്നുള്ളത് ഒരു സംഭവം എനിക്ക് നോർമലി ചെയ്യാൻ കഴിയാത്ത ലെവലിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. കാര്യം 1000 ആയപ്പോൾ അവിടുന്ന് റിയലൈസ് ചെയ്ത് മാറി. ലൈക്ക് എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ബിഗസ്റ്റ് ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇപ്പം ആസ് ഓഫ് നൗ ഞാനത് ചെയ്തു. എനിക്ക് മനസ്സിലായി. ആ ബ്രോക്കർ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതായിരുന്നല്ലോ എൻ്റെ മേജർ മോട്ടീവ്, എൻ്റെ മേജർ ലക്ഷ്യം. അതെനിക്ക് കിട്ടി. സോ ചെയ്യുന്ന കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ആക്ച്വലി ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈവൻ ഇഫ് ഐ എം മേക്കിംഗ് മണി, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ എ ഗുഡ് വേ അല്ലെങ്കിൽ ദെൻ എന്താണ് ആക്ച്വലി അതിനകത്ത് മെയിൻ ചെയ്യാനുള്ളത്? എനിക്ക് ജസ്റ്റ് ഹൗ ഐ ഫീൽ, ഒരു ഫണ്ടഡ് ട്രേഡിങ്ങിൽ നിന്ന് എങ്ങനെ വന്നപ്പോൾ എങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നത് സംഭവം. ഹലോ, എത്രത്തോളം എന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. സോ എങ്ങനെയുണ്ട്, സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു പാസ്റ്റ് ഒരു 1 വീക്കായിട്ട് ഞാനൊരു ബ്രോക്കർ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഒരിക്കലും ഒരു ബ്രോക്കറിൻ്റെ പ്രൊമോഷൻ അല്ല. ഞാൻ ആ ബ്രോക്കറിൻ്റെ പേര് പോലും ഇവിടെ പറയാൻ പോകുന്നില്ല. ലൈക്ക് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന പോലെ ഞാനൊരു ഫ്യൂച്ചേഴ്സ് ട്രേഡറാണ്. അതേപോലെ തന്നെ ഞാൻ ഫണ്ട് റിഫോംസ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഒരു ബ്രോക്കറിലേക്ക് വന്നത്, അല്ലെ ബ്രോക്കറിലേക്ക് ഞാൻ ചിന്തിക്കുന്നതിൻ്റെ ഒരു മേജർ കാര്യം എന്താണ്? ഈ ഒരു ബ്രോക്കർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഈ ബ്രോക്കർ ട്രേഡ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത്, ഈവൻ ദോ എനിക്കൊരു 1000% അല്ലെങ്കിൽ നല്ലൊരു റിവാർഡ് കിട്ടിയിട്ട് പോലും ആക്ച്വലി എന്തുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇതിനകത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ഞാനൊരു ബ്രോക്കറിലേക്ക് ചിന്തിച്ചു, അല്ലെ ഒരു ബ്രോക്കറിലേക്ക് ഞാൻ മാറി, അല്ലെ ഒരു ബ്രോക്കർ വേണമെന്ന് ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ ഈ ബ്രോക്കറിനെ പറ്റി ചിന്തിച്ചത് തന്നെ എസ്പെഷ്യലി ഞാൻ എൻ്റെ ട്രേഡിഫൈഡ് ഇൻസ്റ്റന്റ് അക്കൗണ്ട് ട്രേഡ് ചെയ്തതൊക്കെയാണ്. ഞാൻ ലാസ്റ്റ് ടൈം ഒരു വിഡ്രോൾ എടുക്കുന്നതിനെ പറ്റി, ഒരു പേ ഔട്ട് എടുക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അതിനകത്ത് ഞാനൊരു $9,000 ഉണ്ടാക്കിയിട്ടാണ് ഒരു $3,000 വിഡ്രോ എടുത്തത്. കാര്യം ഫണ്ട് റിഫോംസിൽ ഒരു സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, പേ ഔട്ട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പേ ഔട്ട്സിലേക്ക് എത്തിപ്പെടുക. അതായത് നമ്മൾ ഇടുന്ന എത്ര എഫേർട്ട് ഇടുന്നോ അത്ര ഒരു റിവാർഡ് എനിക്ക് അതിനകത്തൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി എത്തിയപ്പോഴാണ് ബ്രോക്കറിലേക്ക് ഒന്ന് ചിന്തിച്ചാലോ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. പക്ഷെ അവിടെ ഒരു മേജർ വെല്ലുവിളി ഞാൻ നേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു പ്രോപ്പർ ബ്രോക്കർ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിലെ പ്രൊമോട്ടേഴ്സ് കുറേ ഉണ്ട്, IB മാനേജ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ലൈക്ക് എനിക്ക് ഇടയ്ക്കൊക്കെ മെസ്സേജ് വരാറുണ്ട്, അല്ലാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ, ഈവൻ ദോ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ പോലും അവർക്ക് ബ്രോക്കറുണ്ട് അതിലിട്ട് ട്രേഡ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ആക്ച്വലി എനിക്ക് അങ്ങനെ വന്ന മെസ്സേജസിനൊക്കെ ഞാൻ കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുത്തു. ആൻഡ് ഞാൻ തന്നെ എൻ്റെതായിട്ടുള്ള റിസർച്ചിൽ ഞാൻ കുറച്ച് ബ്രോക്കേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അങ്ങനെ പല ബ്രോക്കേഴ്സിൽ മാറി ഞാൻ കുറച്ച് ഫണ്ട് ആഡ് ചെയ്ത് ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മേജർ കുറച്ച് കൺസേൺ എന്ന് പറയുന്നത്, ഒന്ന് ഞാനൊരു ഫ്യൂച്ചേഴ്സ് ട്രേഡറാണ്, അപ്പോൾ എനിക്ക് നാസ്ഡാക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തേന്ന് പറയുന്നത് ലൈക്ക് ഈ പറയുന്ന സ്പ്രെഡ്, കമ്മീഷൻ, ആ കാര്യങ്ങൾ. മൂന്നെന്ന് പറയുന്നത് ആ ഒരു ഫണ്ട് റിഫോമിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ക്ലയൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ലിജിഡാണ്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. 4 പറയുന്നത് ആക്ച്വലി അവരുടെ വിഡ്രോവൽ ആൻഡ് ഡെപ്പോസിറ്റ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻലി എനിക്ക് അറിഞ്ഞെങ്കിൽ മാത്രമാണ് അത് കണ്ടിന്യൂ ചെയ്ത് എൻ്റെ ലൈഫ് ടൈം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല ബ്രോക്കേഴ്സ് എടുത്തു. ആ ബ്രോക്കേഴ്സിലെല്ലാം ഞാൻ കുറച്ച് ഫണ്ട് വെച്ച് വിഡ്രോ ചെയ്തു. ചിലതിലൊക്കെ $20 മതി വിഡ്രോ ഡെപ്പോസിറ്റ്, ചിലതിലൊക്കെ $50 വേണം, ചിലതൊക്കെ $100 തന്നെ വേണം. അപ്പം $100, ചിലതൊക്കെ 500, ചിലതൊക്കെ 1000 വരെ പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റേതായിട്ടുള്ള നീഡിനനുസരിച്ചിട്ടുള്ള ഡോളേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. പലതിലും ലൈക്ക് ട്രേഡ് ചെയ്തപ്പോൾ തന്നെയും എനിക്ക് അത് ഒട്ടും ഓക്കെ അല്ലാതെ അപ്പോൾ തന്നെ എനിക്ക് തോന്നി. കാര്യം അവരുടെ സ്പ്രെഡ്, അവരുടെ ഓർഡർ ഫില്ലും കാര്യങ്ങളൊക്കെ എനിക്ക് ഒട്ടും ഓക്കെ അല്ലാതെ അപ്പോൾ തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ചിലത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിർത്തി. അതിനകത്ത് ഞാൻ പിന്നെ സോർട്ട് ചെയ്ത് അവസാനം ഒരു ബ്രോക്കറിലേക്ക് എത്തിപ്പെട്ടു. ഞാൻ ആ ഒരു ബ്രോക്കറിൻ്റെ പേര് പോലും ഞാൻ പറയുന്നില്ല. കാര്യം ഇതൊരു പ്രൊമോഷൻ വീഡിയോ പോലെ ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയാത്തത്. സോ ആ ബ്രോക്കറിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അവിടെ മിനിമം ഡെപ്പോസിറ്റ് ഒരു മിനിമം ഡെപ്പോസിറ്റ് $100 ആയിരുന്നു. ആൻഡ് വിഡ്രോയിലും $100 ആയിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് വിഡ്രോ ചെയ്യുന്നതിനേക്കാളും അതിനകത്ത് ട്രേഡ് ചെയ്ത് നോക്കണ്ടേ, അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനകത്ത് നാസ്ഡാക്ക് ഞാൻ ട്രേഡ് ചെയ്തു. ആക്ച്വലി അതിനകത്തു നിന്ന് അത്യാവശ്യം ഒരു ഡീസൻറ്റ് എമൗണ്ട് തന്നെ ഉണ്ടാക്കി. കാര്യം എനിക്ക് $100 തന്നെ വിഡ്രോ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു $10 റിസ്ക് ചെയ്തിട്ട് $20 ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിനേക്കാൾ ഉപരി ഞാൻ ചെയ്തതെന്ന് പറയുന്നത്, വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്,
ഒരിക്കലും അഡ്വൈസബിൾ അല്ല. അത് ഈ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ആ ഒരു ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്തത്. ഈവൻ ദോ ഞാൻ $100 നിന്ന് $1000 ഉണ്ടാക്കിയെങ്കിൽ പോലും ഞാൻ ഇവിടെ ആ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്യാനുള്ള മേജർ കാര്യം ഞാൻ ഈ ഒറ്റ പറയാൻ പോകുന്ന കാര്യമായിരുന്നു. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ എൻലെസ് റിസ്ക് എടുത്തു. അതായത് ഒരു 50%, 70% ഒക്കെ ഞാൻ റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു ട്രേഡ്സ് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം എനിക്ക് ആകെ റിസ്ക് ആവുന്നതെന്ന് പറയുന്നത് $100 എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ആക്ച്വലി ആ ഒരു വിഡ്രോവലിന് വേണ്ടിയിട്ട്. കാര്യം വിഡ്രോവൽ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. ഡോണ്ട് ഗെറ്റ് മീ റോങ്. ആക്ച്വലി എനിക്ക് ആ വിഡ്രോവൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി. അങ്ങനെ ഒരു $200 ആക്ച്വലി ഞാൻ ആ ഒരു $100 ഞാൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഞാനൊരു $100 റിക്വസ്റ്റ് കൊടുത്തു. അത് ആക്ച്വലി വിഡ്രോവൽ വന്നു. വിച്ച് വാസ് സോ ഗുഡ്. ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഒരു വൈകിട്ട് വിഡ്രോ എടുത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ വാലറ്റിലേക്ക്, ട്രസ്റ്റ് വാലറ്റിലേക്ക് അത് ഡെപ്പോസിറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഉള്ളതെന്ന് പറയുന്നത് എൻ്റെ $100 ആ ഒരു $100 നിന്ന് ആക്ച്വലി ഞാൻ പുഷ് ചെയ്തൊരു ഒരു 450 ആൻഡ് അങ്ങനെ പുഷ് ചെയ്ത് ഞാൻ $1000 വരെ കൊണ്ടുവന്നു. ആൻഡ് അതിനകത്തുനിന്ന് ഒരു $450 ഞാൻ വിഡ്രോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വേറെ ഫണ്ട് മെറ്റഫൈവിലേക്ക് ഞാൻ മാറ്റി. പിന്നെ അവരുടെ തന്നെ ഒരു ക്ലയൻറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ ക്ലയൻറ്റ് അക്കൗണ്ടിലോട്ട് ഞാൻ കുറച്ച് എമൗണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരിക്കലും ഞാൻ ഈ $100 നിന്ന് $1000 ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ജേർണി ഫ്ലെക്സ് ചെയ്യാനല്ല ഞാൻ വന്നത്. ഞാൻ ഇവിടെ എനിക്ക് റിയലൈസ് ചെയ്ത ഒരു ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ബ്രോക്കർ ട്രേഡ് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു ഫീൽ, ഹൗ ഡസ് ഇറ്റ് ആക്ച്വലി കൈൻഡ് ഓഫ് മാനിപ്പുലേറ്റ് മീ, ഹൗ ഡസ് ഇറ്റ് ആക്ച്വലി ഹെൽപ്പ് മീ ടു തിങ്ക് ഓവർ ഓൺ എ ബ്രോക്കർ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. കാര്യം ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് ഇതെന്നെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഫണ്ട് ഫോംസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവരാകുമ്പോൾ ഇപ്പോൾ ഒരു ബ്രോക്കറിലേക്ക് വരാൻ വേണ്ടി തന്നെ ചിന്തിച്ചൊരു കാര്യം അത് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ കൺസിസ്റ്റൻസി റൂൾ, ഈ പറഞ്ഞ ഒരു മിനിമം ട്രേഡിംഗ് ഡേ, ഈ പറഞ്ഞ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ്, ഇതെല്ലാം ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മടുത്തു തുടങ്ങും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് മെയിൻലി എനിക്കിത് ചിന്തിച്ചാൻ തുടങ്ങിയെന്ന് പറയുന്നത് 20% ഉള്ള കൺസിസ്റ്റൻസി റൂളുള്ള ട്രേഡിഫൈഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്തപ്പോഴാണ്. ഈ 20% എന്ന് പറയുന്നത് ഭയങ്കര ടെറിബിളാണ് എനിക്ക്. എൻ്റെ പേഴ്സണലി വെച്ച് ഞാൻ പറയാണ്. 15% കൺസിസ്റ്റൻസി ഉള്ള അക്കൗണ്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കൺസിസ്റ്റൻസി റൂൾ കുറയുന്നതിനനുസരിച്ച് ആക്ച്വലി നമ്മുടെ ആ ഒരു നമുക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ പൊട്ടൻഷ്യലിനെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ നമുക്കൊരു നല്ല ട്രേഡ്സ് എടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു നല്ലൊരു ബ്രോക്കർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിനകത്ത് ഈ പ്രത്യേകിച്ച് റൂൾസോ കാര്യങ്ങളൊന്നുമില്ല. എത്രത്തോളം ആക്ച്വലി എനിക്ക് നല്ല രീതിയിൽ തന്നെ ആ ട്രേഡ് പുഷ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി. കാര്യം എനിക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ട്, ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ക്രൈറ്റീരിയ ഉണ്ട്, പ്രോപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഐ ഡു ബിലീവ് ഇൻ മൈ സെറ്റപ്പ്. എല്ലാ സംഭവങ്ങളും എനിക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യം ഇപ്പം ഈവൻ ദോ ഞാൻ ഈ 100 നിന്ന് 1000 ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ പ്രോപ്പർ എൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് തന്നെയാണ്. ഒരിക്കലും ഞാൻ ഗ്യാമ്പിൾ ചെയ്ത് ഉണ്ടാക്കിയതല്ല. ഞാൻ നാസ്ഡാക്കിൽ ട്രേഡ് പ്ലേസ് ചെയ്യുമ്പോഴും ഇതിനകത്ത് ഞാൻ എടുക്കുന്ന റിസ്ക് ഭയങ്കര കൂടുതലാണെന്നേ ഉള്ളൂ. അത് എനിക്ക് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. കാര്യം മോർ ലൈക്ക് ഇഫ് ദർ ഈസ് നോ കൺസിസ്റ്റൻസി റൂൾ എന്നുള്ളൊരു സംഭവമൊക്കെ വന്നതൊക്കെയാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ അവിടെ ഗ്യാമ്പിൾ ചെയ്ത് ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ റിസ്ക് എടുക്കുക എന്നുള്ളത് ഒരു സംഭവം എനിക്ക് നോർമലി ചെയ്യാൻ കഴിയാത്ത ലെവലിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. കാര്യം എനിക്ക് $10 റിസ്ക് ചെയ്തിട്ട് $20 ഉണ്ടാക്കുന്ന ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് വന്നു. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതിനനുസരിച്ച് ക്യാപിറ്റൽ ലോഡ് ചെയ്താൽ പോരെ എന്നുള്ളത്. യെസ്, ഒബ്വിയസ്ലി അവിടെയൊക്കെയാണ് ഞാൻ എത്തിപ്പെടുന്നത്. പിന്നീട് ഞാൻ അവിടെ എന്ത് ചെയ്തു, ഒരു കൂടുതൽ റിസ്ക് ചെയ്ത് 50% റിസ്ക് ചെയ്യാൻ തുടങ്ങി. $100 50% റിസ്ക് ചെയ്യാൻ തുടങ്ങി. $100 റിസ്ക് ചെയ്ത് $200 ക്യാപിറ്റൽ ആകുമ്പോൾ $100 റിസ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് മുമ്പോട്ട് പോയപ്പോൾ എനിക്കത് അത്ര നല്ലതല്ലായിട്ട് തോന്നി. അത് ഒട്ടും എൻ്റെ ട്രേഡിങ് കരിയറിനെ എൻ്റെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ക്രൈറ്റീരിയ ഒക്കെ അത് ബാധിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ 1000 ആയപ്പോൾ അവിടുന്ന് റിയലൈസ് ചെയ്ത് മാറി. എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ബിഗസ്റ്റ് ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എ ഗുഡ് ആൻസർ മസ്റ്റ് നോ വെൻ ടു ലീവ് ദ സ്റ്റേജ്. കാര്യം അവിടുന്ന് ഞാൻ കീപ്പ് ഓൺ ചെയ്ത് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഐ മൈറ്റ് ബി മേക്കിംഗ് മണി. ചിലപ്പോൾ ആ 1000 മേ ബി 10,000 ആക്കിയേക്കാം. പക്ഷേ അതൊരു പ്രോപ്പർ വേ അല്ല. ഞാൻ ഒരിക്കലും ആ മണിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഈവൻ ദോ ഞാൻ ആ ഒരു ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് $1000 എന്ന് പറയുമെങ്കിൽ പോലും ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് എമൗണ്ട്. അതേസമയം ഒരു പ്രോപ്പർ മാനേജ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ് ചെയ്ത് ഒരു $10,000 അക്കൗണ്ടിൽ നിന്ന് ഒരു $100 ഞാൻ പ്രോപ്പർ റിസ്ക് മാനേജ് ചെയ്ത് വിഡ്രോ ചെയ്തിരുന്നെങ്കിൽ ഐ വുഡ് സേ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് എന്ന് വേണേൽ പറഞ്ഞേനെ. സോ ഇപ്പോൾ എന്താണ് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ആസ് ഓഫ് നൗ ഞാൻ അത് ചെയ്തു, എനിക്ക് മനസ്സിലായി, ആ ബ്രോക്കർ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതായിരുന്നല്ലോ എൻ്റെ മേജർ മോട്ടീവ്, എൻ്റെ മേജർ ലക്ഷ്യം. അതെനിക്ക് കിട്ടി. സോ ആ ബ്രോക്കർ ഞാൻ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. ഫണ്ട് റിഫോംസ് സ്റ്റോപ്പ് ചെയ്തതെന്നല്ല എൻ്റെ അർത്ഥം. ഓക്കെ,
അപ്പോൾ എൻ്റെ മേജർ ലുക്ക് പോയിന്റ് എന്ന് പറയുന്നതായിരുന്നു ഈ പറയുന്ന ബ്രോക്കർ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് എൻ്റെ പോസിറ്റീവ് സൈഡ്. ഇനി മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റിസ്ക് എനിക്ക് നോർമലി 1% ആണ് ഞാൻ പെർ ട്രേഡ് റിസ്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കിവിടെ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നതേ ഇല്ല. കാര്യം എനിക്ക് ഒബ്വിയസ്ലി അറിയാം, ഞാൻ എൻ്റെ ക്യാപിറ്റൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അതിനകത്തൊന്ന് റിവാർഡ് കിട്ടുന്നത് എന്നെ സന്തോഷിപ്പിക്കാനുള്ള റിവാർഡ് ഇല്ല എന്നൊക്കെയുള്ള എൻ്റെ ബ്രെയിൻ എൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി ഈ ഓവർ റിസ്കിലോട്ടൊക്കെ ഞാൻ പോയത് തന്നെ, അല്ലാതെ വേറെ ഒന്നും അല്ല അതിനകത്തേക്ക്. പക്ഷേ ഞാൻ പറയട്ടെ, റിസ്കിൽ മാത്രമേ ഉള്ളൂ. റിസ്ക് മാനേജ്മെന്റ് ഇസ് ദ കീ എനിക്കറിയാം. പക്ഷേ ടെക്നിക്കലി ഞാൻ എൻ്റെ സെറ്റപ്പ് എല്ലാം കറക്റ്റായിട്ടാണ് ഫോളോ അപ്പ് ചെയ്തത്. അപ്പം റിട്ടേൺസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്രത്തോളം റിസ്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് അത്ര റിട്ടേൺസ് എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല. സെയിം ഈ മെറ്റാ5 എടുത്ത ട്രേഡ് തന്നെ എൻ്റെ നാസ്ഡാക്കിൽ എൻ്റെ ട്രേഡ് എടുത്ത അക്കൗണ്ടിലും സെയിം ട്രേഡ്സ് ആണ്. 1% റിസ്ക് ചെയ്ത് 1.5 അല്ലെങ്കിൽ നിയർ ബൈ 2% ആണ് ഞാൻ TP അടിക്കുന്നത്. ലോസ് ആണെങ്കിൽ അങ്ങനെ. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇതിനകത്ത് നെഗറ്റീവായിട്ട് പറയുന്ന കാര്യം എൻ്റെ ആസ് എ ട്രേഡർ എന്നുള്ളൊരു എൻ്റെ ഉള്ളിലെ ട്രേഡറിനെ അത് നല്ലപോലെ ബാധിക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അതായത് എനിക്കൊരു അപകർഷതാബോധം, അതായത് ഞാൻ ചെയ്യുന്ന കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ആക്ച്വലി ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈവൻ ഇഫ് ഐ എം മേക്കിംഗ് മണി, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ എ ഗുഡ് വേ അല്ലെങ്കിൽ ദെൻ എന്താണ് ആക്ച്വലി അതിനകത്ത് മെയിൻ ചെയ്യാനുള്ളത്. കാര്യം കുറേ ഗാമ്പിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ തുടക്കകാലത്തൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്കൊക്കെ ലൈക്ക് റിസ്ക് മാനേജ് ചെയ്തില്ല തന്നെ ഗാമ്പിളിംഗ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് എല്ലാം പ്രോപ്പർ ആണ് എന്ന് പറയുന്നതിൽ ഞാൻ ഒരിക്കലും ഒരു അർത്ഥം അല്ലെങ്കിൽ ഞാൻ എന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. റിസ്ക് മാനേജ് ചെയ്തില്ല, യു ആർ എ ഗാംബ്ലർ എന്ന് വേണമെങ്കിൽ പറയാം, ഇഫ് യു ആർ മേക്കിംഗ് മണി ഓൾസോ. കാര്യം ആ ലെവലിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ എനിക്ക് ഭയങ്കര ഒരു നമ്മളൊരു കാര്യം ചെയ്തത് തിരിച്ച് അതിലേക്ക് എത്തിപ്പെടുവാണോ എന്നുള്ളൊരു വലിയൊരു പേടിയിലാണ് ആക്ച്വലി ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. മീൻസ് ഇനി മോൻ അങ്ങോട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. പ്രോപ്പറായിട്ട് ഒരു നല്ല ഡീസൻറ്റ് എമൗണ്ട് ഞാൻ ആ ബ്രോക്കറിൽ ലോഡ് ചെയ്ത്, ഒരു ബ്രോക്കറിൽ കറക്റ്റായിട്ടുള്ള റിസ്ക് ഒരു 1% ആണ് ഞാൻ യൂഷ്വലി റിസ്ക് ചെയ്തത് പെർ ട്രേഡ്. അങ്ങനെ കറക്റ്റായിട്ട് റിസ്ക് ചെയ്ത് മുമ്പോട്ട് പോകാനാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കി വെച്ചേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മെയിൻലി പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 2 ഡേയ്സ് മുന്നേ 2 ഡേയ്സ് അല്ല, ഇന്നലെ ഞാൻ തോന്നുന്നു, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു $100 $450 $500 വിഡ്രോ എടുത്തെന്ന് പറഞ്ഞിട്ട്. അത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രോക്കർ ഏതാ, എങ്ങനെയുണ്ട് ബ്രോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ബ്രോക്കറിനെ പറ്റി ചോദിക്കരുത് എൻ്റെ അടുത്ത്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കരുത്, ഞാൻ പറയില്ല. കാര്യം എനിക്കറിയാം അതിനകത്ത് IB മാനേജിങ് വഴിയൊക്കെ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ മേജർ കൺസേൺ അതൊന്നും അല്ല. അതൊക്കെ എന്നെ കൺസേൺ ചെയ്യുന്ന കാര്യമല്ല. എനിക്ക് ജസ്റ്റ് ഹൗ ഐ ഫീൽ, ഒരു ഫണ്ടഡ് ട്രേഡിങ്ങിൽ നിന്ന് എങ്ങനെ വന്നപ്പോൾ എങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നത്. എനിക്ക് ആക്ച്വലി മെയിൻലി എനിക്ക് പറയാനുള്ളൊരു ഫീൽ എന്ന് പറയുന്നത് ഒരു കൂട്ടിലടച്ചിട്ട കിളിയെ തുറന്നു വിട്ടൊരു ഫീലായിരുന്നു. ഫണ്ടഡ് അക്കൗണ്ട്സിൽ എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി റൂൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു ട്രേഡറിൻ്റെ പൊട്ടൻഷ്യലിനെ എത്രത്തോളം കുറച്ച് നിർത്തുന്ന, അല്ലെങ്കിൽ അയാളുടെ പൊട്ടൻഷ്യൽ ഫുള്ള് വെളിയെടുക്കാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തി. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ പൊട്ടൻഷ്യൽ നല്ല പോലെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അപ്പുറത്തുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ, ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കംപ്ലീറ്റ്ലി ബ്രോക്കറിലേക്ക് സ്വിച്ച് ചെയ്തെന്നുള്ളത്. എൻ്റെ ഒരു സൈഡ് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 2026 ഞാൻ എടുക്കുന്ന വലിയൊരു അപ്ഡേറ്റ് ആയിരിക്കും ട്രേഡിങ്ങിൽ. ഈ ബ്രോക്കറും കൂടെ ട്രേഡ് ചെയ്യുക, അതിൻ്റെ ട്രേഡിങ്ങിൽ ആഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. സോ ഇനി ഒരു ലാസ്റ്റായിട്ട് കൺക്ലൂഷനോട് പറയട്ടെ, ഇതൊരിക്കലും നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബ്രോക്കറിലേക്ക് പോകാൻ ഒരു അഡ്വൈസ് അല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. വാട്ട് ഐ ഫീൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ്. അല്ല ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് മെറ്റാ5 ഇട്ട് സ്റ്റോറി ഇട്ടിട്ട് കുറേ ഫ്ലെക്സ് ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ. അതിൻ്റെ പുറകെ നടന്ന കാര്യങ്ങളും അതിൻ്റെ പുറകെ നടന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ബെനിഫിറ്റ് നിങ്ങൾക്കാണേലും പിന്നീട് എനിക്കായാലും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ കീപ്പ് ഓൺ അത് ചെയ്യുക. നിങ്ങൾക്ക് വെൻ യു ഫീൽ ലൈക്ക് എനിക്ക് ഫെയിൽ ചെയ്ത പോലെ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രോക്കറിനെ പറ്റി ചിന്തിക്കുക. ആ ഒരു ബ്രോക്കർ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങൾ അതിനുവേണ്ടി ഇരിക്കണം. നിങ്ങൾ അതിനുവേണ്ടി ചിലപ്പം കുറച്ച് ക്യാഷ് ചിലപ്പോൾ നിങ്ങൾ ഒരു ബ്രോക്കറിലിട്ട്, ഏതൊരു ബ്രോക്കർ എനിക്ക് വിഡ്രോൾ റിക്വസ്റ്റ് ചെയ്തിട്ട് തന്നിട്ട് കൂടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവും. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നല്ലൊരു ബ്രോക്കറിലേക്ക് എത്തിപ്പെടുക. വൺസ് ആ ബ്രോക്കർ ലിജിറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ചെയ്തെടുത്ത് വിഡ്രോലൊക്കെ എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോയി നോക്കുക. എങ്ങനെയാണ് അവരുടെ സപ്പോർട്ട്, കസ്റ്റമർ സപ്പോർട്ട്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാൻ പറ്റണം. പല രീതിയിലും ഇഷ്യൂ വരും, നമുക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്യാൻ പറ്റണം. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കസ്റ്റമർ സപ്പോർട്ടാണ് ആക്ച്വലി. അതുണ്ടെങ്കിൽ ബാക്കി എല്ലാം അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രേഡിഫൈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ട്രേഡിഫൈയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമർ സപ്പോർട്ടാണ്.
സോ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം. പിന്നെ നിങ്ങളൊരു ബിഗിനറാണ്. നിങ്ങളൊരു 1, 2 വിത്ഡ്രോവലെങ്കിലും പേ ഔട്ടിൽ നിന്ന് എടുക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബ്രോക്കറിലോട്ട് പോകണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 വിത്ഡ്രോവലെങ്കിലും നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ബ്രോക്കറിലേക്ക് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരിക്കലും എൻ്റെ സെറ്റപ്പിനോട് ട്രസ്റ്റ് ചെയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ട്രേഡ്സ് തന്നെയാണ് ഞാൻ മറ്റേ ട്രേഡിംഗ് വ്യൂവിലും കാര്യങ്ങളിലെല്ലാം എടുത്തത്. പക്ഷേ എടുത്ത റിസ്കിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ടാണ് ആ റിവാർഡ് എന്നുള്ളത്. അത്യാവശ്യം നല്ല ഡേ ആയിരുന്നു. ഇനിയിപ്പം നാളെ NFP ഡേ ആണ്. ഇന്ന് പ്രീ NF ഡേ ആണ്. ഇനിയിപ്പോൾ ഇന്നും നാളെ ഒന്നും ഞാൻ ട്രേഡ് എടുക്കുന്നില്ല. അടുത്ത ചൊവ്വാഴ്ചയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മെറ്റ 5ൽ നാസ്ഡാക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പറ്റും. അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഫോറക്സിൻ്റെ ഫണ്ട് ഓഫ് ഫോം എടുത്താൽ പോലും നാസ്ഡാക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്യണമെന്നൊന്നും ഇനിയിപ്പം ഞാൻ പറയുന്നില്ല. കാര്യം നിങ്ങൾ ഫോറക്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാസ്ഡാക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് സോ ഗുഡ് ഫോർ മീ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. സോ ഇതേ ഉള്ളൂ എനിക്ക് പറയാം. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അബൌട്ട്. ഞാൻ പിന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ വിഡ്രോവലിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം. ഇതൊരിക്കലും ഒരു ഫ്ലെക്സിങ് വീഡിയോ അല്ല. $100 to $1000 എന്ന് പറഞ്ഞൊരു ഫ്ലെക്സിങ് വീഡിയോ അല്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു തത്വം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ ഹാവ് എ നൈസ് ഡേ. Thank you for watching. Bye.